നമസ്കാരം. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അമ്മയുടെ വയസ്സ് 5 വയസ്സും 7 മാസവും മാത്രം പ്രായമാണെന്ന് പറഞ്ഞാൽ ആരും ഞെട്ടും. പക്ഷേ അത് സത്യമാണ്. 1939 മെയ് 14 വെറും 5 വയസ്സും 7 മാസവും 21 ദിവസവും മാത്രം പ്രായമുള്ളപ്പോൾ ഒരു കുഞ്ഞിന് ജന്മം നൽകി ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അമ്മയായി മാറിയ പെറുവിലെ ലിന മർസല മെഡീനയുടെ കഥ ഇന്നും ഒരു അത്ഭുതമാണ്. 85 വർഷങ്ങൾക്കിപ്പുറവും ഒരു വലിയ ദുരൂഹതയായി അവശേഷിക്കുകയാണ് ഈ സംഭവം. എന്താണ് ലിനയ്ക്ക് സംഭവിച്ചത് എന്നതിലെ സത്യം കണ്ടെത്താൻ അത്ര പെട്ടെന്ന് ആർക്കും സാധിച്ചിട്ടില്ല. ശാസ്ത്ര വസ്തുത ആർക്കും അത്ര അറിയുകയുമില്ല. പല ആളുകളും ഇതൊരു അത്ഭുതവും മന്ത്രവാദവുമൊക്കെയായി ഇപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടുമുണ്ട്. പ്രസവിച്ച കുട്ടിയുടെ പിതാവ് ആരാണെന്നതും ഇന്ന് അജ്ഞാതമാണ്. 1933 സെപ്റ്റംബർ 23 പെറുവിലെ ഹുവാൻ ഖാബെലിക്ക മേഖലയിലെ ടിക്കറാപ്പോയിലാണ് ലിന ജനിച്ചത്. ഈ സംഭവം ഡോക്ടർമാരെയും ലോകത്തെയും ഒരുപോലെ അമ്പരപ്പിക്കുകയും രണ്ടാം ലോക മഹായുദ്ധത്തെക്കുറിച്ചുള്ള വാർത്തകൾക്കൊപ്പം ആഗോളതലത്തിൽ വലിയ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു. യൂറോപ്പിൽ ബോംബുകൾ വർഷിക്കുമ്പോഴും ഒരു 5 വയസ്സുകാരി പ്രസവിച്ച വാർത്ത അന്താരാഷ്ട്ര പത്രങ്ങളിലെ ഹോട്ട് ന്യൂസായി മാറി. അവിശ്വസനീയതയും കൗതുകവുമാണ് പ്രധാനമായും ഈ വാർത്തയ്ക്ക് പ്രാധാന്യം നേടിക്കൊടുത്തത്. പെറുവിലെ ഗ്രാമത്തിൽ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന ലിനയുടെ വയറ്റിൽ അസ്വാഭാവികമായൊരു വീക്കം കണ്ടപ്പോൾ കുടുംബാംഗങ്ങൾ ആദ്യം അവളെ നാട്ടുവൈദ്യന്മാരുടെയും മന്ത്രവാദികളുടെയും അടുത്തേക്കാണ് കൊണ്ടുപോയത്. പിശാചോ അല്ലെങ്കിൽ സൂര്യദേവന്റെ കുട്ടിയെ ഗർഭം ധരിച്ച കന്യാമറിയമോ ആണെന്ന് വരെ വിശ്വസിച്ചു. എന്നാൽ പിസ്കോയിലെ ആശുപത്രിയിൽ എത്തിയപ്പോൾ ഡോക്ടർമാർക്ക് ആദ്യം അതൊരു മുഴയാണെന്ന സംശയമാണ് തോന്നിയത്. തുടർന്നുള്ള പരിശോധനകളിൽ ലിന 7 മാസം ഗർഭിണിയാണെന്ന് കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് 5 വയസ്സുകാരിയെ ലിനയെ സിസേറിയൻ ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കി. 2.7 കിലോഗ്രാം ഏകദേശം 6 പൗണ്ട് ഭാരമുള്ള ആരോഗ്യമുള്ളൊരു ആൺകുഞ്ഞിന് ലിന ജന്മം നൽകി. ജെറാർഡോ എന്നും പേരിട്ടു. അസാധാരണമായ വിധം നേരത്തെ ഉണ്ടായ ലൈംഗിക വളർച്ചയാണ് ലിനയ്ക്ക് ഗർഭം ധരിക്കാൻ കാരണമായതെന്ന് മെഡിക്കൽ പരിശോധനകളിൽ സ്ഥിരീകരിച്ചു. ജെറാർഡോ തന്റെ 10ാം വയസ്സിലാണ് ലിന സഹോദരിയല്ല തന്റെ അമ്മയാണെന്ന് മനസ്സിലാക്കിയത്. പിന്നീട് ലിന ഡോക്ടറിന്റെ സഹായിയായി ജോലി ചെയ്തതായും അറിയുന്നുണ്ട്. മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുന്നത് ലിന ജീവിതകാലം മുഴുവൻ നിരസിച്ചിരുന്നു. അകാല പക്വത എന്നറിയപ്പെടുന്ന വളരെ അപൂർവമായ ഒരു അവസ്ഥ ലിനയ്ക്കുണ്ടെന്നാണ് ഡോക്ടർമാർ കണ്ടെത്തിയത്. 8 മാസം പ്രായമാകുമ്പോൾ ആർത്തവം ആരംഭിച്ചതായും 4 വയസ്സുള്ളപ്പോൾ അവൾക്ക് പൂർണ്ണമായി സ്തനങ്ങൾ വികസിച്ചതായും ലൈംഗിക വികാസം പ്രാപിച്ചതായും മെഡിക്കൽ രേഖകളിൽ പറയുന്നുണ്ട്. 1939 മെയ് 14 ലിമയിലെ പ്രസവ ആശുപത്രിയിൽ സിസേറിയൻ വഴി ലീന ആരോഗ്യവാനായ ആൺകുഞ്ഞിനെ പ്രസവിച്ചത്. പെൽവിക്ക് സ്വാഭാവിക പ്രസവത്തിന് അനുവദിക്കാത്തതുകൊണ്ട് ആണ് സിസേറിയൻ സ്വീകരിച്ചത്. ഡോക്ടർ ലോസാഡിയും ഡോക്ടർ ബുസലവയും ചേർന്നാണ് ശസ്ത്രക്രിയ നടത്തിയത്. ഡോക്ടർ കൊലാരച്ച അനസ്തേഷ്യ നൽകിയെന്നും റെക്കോർഡ്സിലുണ്ട്. എന്തായാലും ഗർഭധാരണത്തെ ചുറ്റിപ്പറ്റിയുള്ള സാഹചര്യങ്ങൾ ദുരൂഹമായാണ് തുടരുന്നത്. പിതാവിന്റെ വ്യക്തിത്വം കൃത്യമായി അറിയാത്തതുകൊണ്ട് തന്നെ ലൈംഗിക പീഡനത്തിനെ സംശയിച്ച ലിനയുടെ സ്വന്തം പിതാവിനെ അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ തെളിവുകളുടെ അഭാവം മൂലം അദ്ദേഹത്തെ വിട്ടയച്ചു. ലിന ഒരിക്കലും തന്റെ മകന്റെ പിതാവിനെ പരസ്യമായി തിരിച്ചറിയുകയോ ഗർഭധാരണത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകുകയോ ചെയ്തിട്ടില്ല. അഭിമുഖങ്ങൾ നിരന്തരം നിരസിക്കുകയും സ്വകാര്യ ജീവിതം നിലനിർത്തുകയും ചെയ്തിരുന്നു. 10 വയസ്സിൽ സത്യം മനസ്സിലാകുന്നതുവരെ ലിന തന്റെ സഹോദരിയാണെന്ന് വിശ്വസിച്ചാണ് സ്വന്തം മകൻ ജെറാർഡോ വളർന്നത്. ആരോഗ്യവാനായി വളർന്നു. അമ്മയെയും മകനെയും പരിചരിക്കുകയും കുടുംബത്തെ പോറ്റാൻ സഹായിക്കുകയും ചെയ്ത ഡോക്ടർ ലൊസാരിയുടെ ക്ലിനിക്കിലാണ് ഇരുവരും ജോലി ചെയ്തതായി റിപ്പോർട്ടുകളുമുണ്ട്. 1979 40 വയസ്സുള്ളപ്പോൾ അസ്ഥിമജ്ജ രോഗം ബാധിച്ച് ജെറാർഡോ മരിച്ചു. 70കളിൽ റൗൾ ജുറാഡോ എന്ന വ്യക്തി ലിന വിവാഹം കഴിച്ചെന്നും 72 അദ്ദേഹത്തോടൊപ്പം അവർക്ക് 2ാമത്തെ മകൻ ജനിച്ചതായും റിപ്പോർട്ടുണ്ട്.